പി.വി. അൻവർ എം.എൽ.എ ഫോൺ ചോർത്തിയെന്ന കേസിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. 24 ബ്രേക്കിംഗ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് കൈക്കൊള്ളാൻ പോലീസ് എടുത്തിരിക്കുന്നത്? എസ്കെൻ, ഈ കേസെടുത്തത് തന്നെ വലിയൊരു പൊല്ലാപ്പായോ എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം 5-ാം തീയതിയാണ് തോമസ് പീലിയാനിക്കൽ എന്ന് പറയുന്ന നെടുകുന്നം സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് ഒരു പരാതി അയച്ചത്. എന്നാൽ അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായില്ല. എന്നാൽ CPIയുമായിട്ടുള്ള ബന്ധം അൻവർ അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസ് എടുത്തത്. അതാണ് ഒരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇങ്ങനെ വിവാദം ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട അൻവറിനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ വേണ്ട, വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന് ശേഷം മതി എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ വളരെ നിർണായകമാണ് ഈ കേസിൽ. ഫോൺ ചോർത്തിയതല്ല, ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതാണെന്നാണ് അൻവർ പറഞ്ഞത്. DGP ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഗവർണറുടെ പരാതിയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഈ കേസിൽ ഒരു ചോദ്യം ചെയ്യലോ മറ്റു തുടർ നടപടികളോ നിലവിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഈ കേസ് FIR രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലുള്ള അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ പോലീസ് കടന്നേക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. SK ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.